എന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂൺ ഒരു എംഡിനെ ഒരു കഫേയിൽ മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എംഡി ആണെങ്കിൽ ഒരു ഫയൽ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ എടുത്ത് കൊണ്ടുവരാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂൺ ഇവനെ ഏൽപ്പിക്കുകയാണ്, യുൻഹോനെ ഏൽപ്പിക്കുകയാണ്. യുൻഹോ ഈ കഫേയിലേക്ക് കയറുമ്പോൾ ഒരു ആൺകുട്ടി വീഴാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ യുൻഹോ ആ ആൺകുട്ടീനെ വീഴാതെ പിടിക്കുകയാണ്. മുൻപൊരിക്കൽ നമ്മുടെ ബിയോളിനെ പിടിച്ചില്ലേ അതേപോലെ കേട്ടോ. അപ്പം നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഇത് കണ്ടിട്ട് കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മുടെ യുൻഹോയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇങ്ങേര് പറയുന്നത് ഒന്നും തന്നെ ഇവൾ ശ്രദ്ധിച്ചിട്ടില്ല. യുൻഹോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫയൽ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ എം ഡി ആണെങ്കിൽ ആ ഫയൽ വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ എം ഡി മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോൺ പീപ്പിൾസിൻ്റെ ഓഫീസിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തോരം വർക്കിലേക്ക് ഇൻവോൾവ് ആവാൻ നോക്കിയാലും അവളുടെ മൈൻഡും ശ്രദ്ധയും ഫുള്ള് നേരെ പോകുന്നത് നമ്മുടെ യുൻഹോയുടെ അടുത്തേക്കാണ് കേട്ടോ. അവൻ്റെ സംസാരം, അവൻ്റെ ചിരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ നമ്മുടെ സിയോയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് പുതിയൊരു സെക്രട്ടറിനെ വേണം എന്ന് തീർത്ത് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിഒ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അതെന്ത് പറ്റി? യുൻഹോ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല അവന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇത്ര നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരാളെ ഇനിയിപ്പോൾ എവിടുന്നാ കിട്ടുക എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയും പറയുന്നുണ്ട്, അവന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും പൊസിഷൻ കൊടുത്ത് അവനെ മാറ്റി, എന്നിട്ട് എനിക്കൊരു പുതിയ സെക്രട്ടറിനെ കൊണ്ടുവന്ന് താ എന്ന് പറയാണ് നമ്മുടെ സിഒനോട്. വീണ്ടും വീണ്ടും എന്താ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട് അവൻ ലൈൻ ക്രോസ് ചെയ്യുകയാണെന്ന് പറയാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ ഒന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോ ജിയുനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ യുൻഹോനോട് ഓൾറെഡി സിഒ സംസാരിച്ചിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിയുനെ ഡ്രോപ്പ് ചെയ്തതിൻ്റെ പുറകെ നമ്മുടെ ജിയുനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു എന്ന് നമ്മുടെ ജിയുനോട് ചോദിക്കുകയാണ്. അപ്പോൾ ജിയുൻ പറയുന്നുണ്ട്, നീ ഒന്നും മോശമായിട്ടോ ബാഡായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രോബ്ലവും ഇല്ല, പ്രോബ്ലം ഫുള്ള് എൻ്റെ ഭാഗത്താണ് എന്ന് പറയാണ്. എന്നിട്ട് ജിയുൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്, ഐ ലൈക്ക് യു യുൻഹോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വർക്കിലൊന്നും അത്ര കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് നല്ലതാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഈ ഒരു പ്രോബ്ലം എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ്. എന്നിട്ട് ജിയും പറയുന്നുണ്ട്, ഞാൻ കാരണം എന്തെങ്കിലും അൺകംഫർട്ടബിളായി തോന്നിയെങ്കിൽ സോറി പറയാണ് കേട്ടോ ജിയു. എന്നിട്ട് ജിയൂൻ യുൻഹോനോട് പറയുന്നുണ്ട്, എൻ്റെ ഫീലിങ്സിൻ്റെ കാര്യം എന്തായാലും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇന്ന് പറഞ്ഞതൊക്കെ മറന്നേക്ക്, ബൈ, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ യുൻഹോ ആണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ബിയോൾ വരുന്നത്. ബിയോൾ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛന് എന്ത് പറ്റിയ അച്ഛാ, ഫ്രിഡ്ജൊക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അതായത് റെഗുലർ ഹാബിറ്റ് അല്ല, അവൻ വെള്ളം കുടിച്ച് അത് അടച്ചു വെക്കാറുണ്ട്. ബിയോളിനോട് ചെറിയൊരു കള്ളം പറയുന്നുണ്ട്, അത് വർക്കിൻ്റെ ടെൻഷനിൽ ഞാൻ വിട്ടുപോയതാ മോളെ എന്നൊക്കെ പറയാണ്. മൈൻഡ് ഫുള്ള് നമ്മുടെ ജിയൂൻ പറഞ്ഞ കാര്യങ്ങളിലാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ യുൻഹോ ഓഫീസിലേക്ക് വരുമ്പോൾ ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് ഓൾറെഡി നമ്മുടെ നായിക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യുൻഹോ ആണെങ്കിൽ വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവൾ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവന് സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവള് സംസാരിക്കുമ്പോൾ അവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. അവൻ അതിൽ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പോയതിന് ശേഷമാണ് അവൾ ആ ഫോൺ താഴ്ത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ജസ്റ്റ് ആ ഫോൺ എടുത്ത് അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫുൾ അങ്ങോട്ട് ഇഗ്നോറൻസ് ആണ് കേട്ടോ. അവൾ പല രീതിയിലും ഇവനെ ഇഗ്നോർ ചെയ്യാൻ നോക്കും. ഉച്ചയാകുമ്പോൾ നമ്മുടെ യൂൻഹോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ പോയി കഴിച്ചോളൂ എന്ന് പറയാണ്. ഇവൾ എന്നിട്ട് മെല്ലെ കോഫിയൊക്കെ കുടിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ യൂൻഹോ ഇവൾക്കൊരു പാഴ്സലൊക്കെ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യുൻഹോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിലൂടെ നമ്മുടെ ജിയുനെയും ജിയുൻ അതുപോലെ തിരിച്ചും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മുടെ വു കുറച്ച് ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വു ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആരെയോ നോക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഗ്യുറിൻ പറയുന്നുണ്ട്, ഓഫീസിൽ ഡേറ്റിംഗ് അലൗഡ് അല്ല, ഇറ്റ്സ് ഇല്ലീഗൽ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വു പറയുന്നുണ്ട്, ഞാൻ ആരെയും ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗ്യുറിൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും ആ ഒരു വ്യക്തിയോട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വു നോക്കുമ്പോൾ എന്താ, ജിയൂൺ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യുൻഹോനെ നോക്കുന്നു. നമ്മുടെ യുൻഹോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജിയൂണിനെ നോക്കുന്നു. അപ്പോൾ ഇവന് മനസ്സിലാവാണ് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് ഇവന് മനസ്സിലാവാണ് കേട്ടോ. ഈ ഒരു ഫീലിങ്ങിൻ്റെ കാര്യം നമ്മുടെ വുവിന് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ നമ്മുടെ യുൻഹോ ജിയൂണിൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ജിയൂണിന് ഇവൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന വെച്ചാൽ ലഞ്ചൊക്കെ അവിടെ അതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല മുൻപൊക്കെ ഇവളുടെ കോഫി കഴിയുമ്പോൾ അവിടെ വേറെ കോഫി വെച്ചിരുന്നത് നമ്മുടെ യുൻഹോ ആണ്. ഇപ്പോഴാണെങ്കിൽ അവൾ സമ്മതിക്കുന്നില്ല, അവൾ സ്വയം എടുത്തോളാം എന്ന് പറയുകയാണ് കോഫി. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ ഇവനെ കൂടെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് കേട്ടോ. ഇവനെ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. മീറ്റിങ്ങിലും ഇവൻ്റെ കൂടെ ഒന്നും അധികം കൂടുന്നില്ല ഇവൾ. അങ്ങനെ വേറൊരു ദിവസം നമ്മുടെ ജിയൂൺ പുറത്തൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ യുൻഹോ പറയുകയാണ്, ഇന്ന് എന്തായാലും ഞാൻ കൂടെ വരാം എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ ജിയൂൺ വേണ്ട എന്ന് പറയുന്ന സമയത്താണ് വു വരുന്നത്. വു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോകുന്നുണ്ട് പുറത്ത്, അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്യാം ജിയൂണിനെ എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ജിയൂണിൻ്റെ കോളറൊക്കെ വു ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യുൻഹോ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും യുൻഹോ പോകുന്നില്ല എന്ന് തീരുമാനമായി. അവൻ പെട്ടെന്ന് തന്നെ ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജിയൂണിൻ്റെ കയ്യിൽ. ജിയൂൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഫയൽ വലിക്കുകയാണ് അവൻ്റെ കയ്യിൽ നിന്ന്.
എന്നിട്ട് വൂൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറി പോവുകയാണ് കേട്ടോ. നമ്മുടെ ജിയുൻ്റെ ആ ഒരു വലി കാരണം നമ്മുടെ നായകൻ്റെ ആ ഒരു ഫിംഗറിൻ്റെ ടിപ്പിൽ ചെറുതായിട്ട് സ്ക്രാച്ച് വന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാറിൽ വെച്ചിട്ട് നമ്മുടെ വൂ ചോദിക്കുന്നുണ്ട്, നിനക്ക് യുൻഹോനെ ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ ജിയുനോട്. ജിയുനാണെങ്കിൽ അതിനൊന്നും മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ കയറുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ വു ജിയുനോട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ യങ് ആണ്, റിച്ച് ആണ്, ഹാൻസം ആണ് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ജിയും പറയുന്നുണ്ട്, ശരിയാണ്, നീ യങ് ആണ്, റിച്ച് ആണ്, ഹാൻസം ആണ്, പക്ഷേ എൻ്റെ ടൈപ്പ് അല്ല നീ എന്ന് പറയാണ്. എൻ്റെ ജിയും പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്കത് അക്വാർഡ് ആക്കാനോ അത് അല്ലെ വേറെ രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും താല്പര്യമില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൂ പറയാണ്, അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ട്, ഞാൻ അതിന് പോകും. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ടൊക്കെ സെറ്റ് ആവും, അതിനുശേഷം എൻ്റെ ഗേൾ ഫ്രണ്ട് ആവണം എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്, അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ വൂ നേരെ പോകുന്നത് കിൻഡർ ഗാർഡനിലേക്കാണ് കേട്ടോ, അവിടുത്തെ ടീച്ചറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ടീച്ചറെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടീച്ചർ ഓൾറെഡി അവിടെ നിന്ന് പോയി. അപ്പോഴാണ് സുഹ്യോനെ കാണുന്നത് കേട്ടോ. സുഹ്യോനാണെങ്കിൽ അവളുടെ കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ അവിടെ മറന്നു വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പൂവാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ആ ഒരു കവർ, ആ ഒരു പാഴ്സൽ ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. നീ എന്തായാലും ഒരു മോനുണ്ടെന്നല്ലേ പറഞ്ഞത്, വീട്ടിൽ പോയിട്ട് അവനുമായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു എന്ന് പറയാണ്. അപ്പോൾ സുഹ്യോൻ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾക്ക് തന്നെ കഴിക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇന്ന് ഇതൊന്നും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാനെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല അതിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി ഓരോന്ന് സംസാരിക്കുകയാണ്. സുഹ്യോൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓയ് ഒന്നുമില്ല, എനിക്ക് ഒരു പ്രൊപ്പോസൽ പോലും ശരിക്കും പറയാൻ പറ്റിയില്ല എന്ന് പറയാണ്. ശരിക്കും പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുൻപേ റിജക്റ്റഡ് ആയി എന്ന് പറയാണ് കേട്ടോ വു. നമ്മുടെ സുഹ്യോൻ ചോദിക്കുകയാണ്, എന്നാൽ നമുക്ക് പോയി ഒരു ബിയർ കുടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂട്ടിയിട്ട് ബിയർ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ ഈ ഒരു ക്രഷ് ഉണ്ടല്ലോ, ആ ക്രഷിനെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്തത് ഇവൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഫസ്റ്റൊന്നും എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണെന്ന് പറയാണ്. എന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇവളുടെ ഹസ്ബൻഡ് ഇവളുടെ ഫസ്റ്റ് ലവ് ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഹ്യോൻ പറയുന്നുണ്ട്, എനിക്കൊരു മകനുണ്ട്, 7 വയസ്സുള്ള മകൻ, പക്ഷേ എനിക്ക് ഹസ്ബൻഡ് ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ സുഹ്യോനാണെങ്കിൽ ഒടുക്കത്തെ തലവേദനയാണ് കേട്ടോ മോർണിംഗ്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇന്നലെ ആരുടെ കൂടെ ഇത്രമാത്രം ബിയറൊക്കെ കുടിക്കാൻ പോയോ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് സിയോജിനെ ഞാൻ എഴുന്നേൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ് തലേ ദിവസത്തെ ഒരു കാര്യം ആലോചിക്കുന്നത് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും ഒരുപാട് കുടിച്ചു ഭയങ്കര ഡ്രങ്കണായിട്ടാട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്താണ് ഒരു പഴയ മൂവി റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഫ്ലക്സ് ഇവൾ കാണുന്നത്. അപ്പോൾ ഇവൾ നമ്മുടെ വൂനോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരാളുടെ ഫേവറേറ്റ് മൂവിയാണിത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൂ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അയാളോട് അത് തുറന്ന് പറ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു മൂവിക്ക് പോകുന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്ത് നോക്കുകയാണ് കേട്ടോ. തലേ ദിവസം ഡ്രങ്കൺ ആയതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ യുൻഹോയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു മൂവിക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇത് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ യുൻഹോയുടെ കോള് ഇവൾക്ക് വരുന്നത്. ഇവൾ പെട്ടെന്ന് തന്നെ ഒരു റൂമിൽ കയറിയിട്ട് സംസാരിക്കുകയാണ് യുൻഹോനോട്. യുൻഹോ പറയുന്നുണ്ട്, അതിനെന്താ മൂവിക്ക് പോകാമല്ലോ, നമുക്ക് നമ്മുടെ പിള്ളേരെയും കൂട്ടാമെന്ന് പറയുമ്പോൾ ഇവൾ പറയാണ്, അത് പിള്ളേർക്ക് പറ്റിയ മൂവിയല്ല, മാത്രമല്ല നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതിനടുത്തല്ല തിയേറ്റർ, അപ്പം നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറയാണ്. മൂവിക്ക് പോകുന്ന കാര്യം സെറ്റാക്കുകയാണ് കേട്ടോ. നമ്മുടെ സുഹ്യോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അവൾ മെല്ലെ ഡോർ തുറക്കുമ്പോൾ അവളുടെ അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ട് ഡോറിന് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നീ മൂവിക്ക് പോകുന്ന അന്ന് നിങ്ങളുടെ 2 പിള്ളേരെയും ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ. ഐ വിൽ ടേക്ക് കെയർ ആഫ്റ്റർ ദ കിഡ്സ് എന്ന് പറയാണ്. സുഹ്യോൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്നോട്ടാ ഒളിച്ചു നിന്ന് കേൾക്കാനൊക്കെ തുടങ്ങിയ ചോദിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒളിച്ചു നിന്ന് കേട്ടോന്നല്ല, കേട്ടു പോയതാണ് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബിയോളാണെങ്കിൽ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് അച്ഛൻ ആൻറ്റിയുടെ കൂടെ മൂവിക്ക് പോവാണോ ചോദിക്കുകയാണ്. അപ്പം അച്ഛനും പറയുന്നുണ്ട്, ഇന്നെന്തായാലും മൂവിക്ക് പോകുന്നുണ്ട് എന്ന് പറയാണ്. ബിയോളിനെയും അതുപോലെ തന്നെ സിയോജിനെയും കൂട്ടിയിട്ട് വേറൊരു ദിവസം നമുക്ക് ഒരുമിച്ച് മൂവിക്ക് പോകാമെന്ന് പറയാണ് കേട്ടോ. നമ്മുടെ ബിയോളിനെ ആശ്വസിപ്പിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഗ്യുറിമും അതുപോലെ തന്നെ നമ്മുടെ ഹന്നയും പീപ്പിൾസിൻ്റെ ഓഫീസിൽ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹന്നയുടെ എക്സ് ബോയ് ഫ്രണ്ട് ജിങ്കൂക്ക് അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് അവൻ ജോലി മാറിക്കോളാം എന്നാണ്. അതായത് ഹന്നേനോട് മാറണ്ട, ഹന്ന ആദ്യമായിട്ട് ജോലിക്ക് വരുമ്പോൾ തൊട്ട് അവൾക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് ഹന്ന മാറണ്ട, ഞാൻ മാറിക്കോളാം എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ജിങ്കൂക്കിന് ഇപ്പോഴും ഹന്നേനോട് സ്നേഹമുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹന്ന പറയുന്നുണ്ട് നമ്മുടെ ഗ്യുറിമിനോട്, വേണ്ട അവൻ മാറണ്ട, ഞാൻ മാറിക്കോളാം, അവൻ്റെ സിവിനെ അത് അഫക്റ്റ് ചെയ്യും അവൻ മാറിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ തന്നെ മാറിക്കോളാം എന്ന് പറയാണ്. രണ്ടുപേരുടെ മനസ്സിലും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ജിങ്കുക്ക് പറയാണ്, ഐ റിഗ്രറ്റ് ദിസ്, ബ്രേക്കപ്പ് ആയാലും എനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ പുതിയ ജോലിക്ക് വേണ്ടി വന്ന 2 ആൾക്കാരുടെയും തമ്മിലുള്ള പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. രണ്ടുപേരും വീണ്ടും ഒരുമിക്കുകയാണ് കേട്ടോ. ഇവിടെ ഗ്യുറിമിനാണെങ്കിൽ ലേശം സങ്കടമൊക്കെ ഉണ്ട്, കാരണം അവളുടെ ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ് ഇവൾക്ക് വേണ്ടി പുതിയൊരു ജോബ് കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ജോബിൻ്റെ ഒരു ഭാഗമാണെന്നാണ് നമ്മുടെ ഗ്യുറിം പറയുന്നത്. അടുത്ത സീനിൽ നമ്മുടെ യുൻഹോയും ജിയൂണും കൂടിയിട്ട് ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യുൻഹോനോട് കാറിലിരുന്നോ കൂടെ വരണ്ട എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവൻ തലേ ദിവസം നൈറ്റ് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ഫയൽ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഫയൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ജിയുണിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ തലേദിവസം രാത്രി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ് ഈ ഫയലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് ഇവനോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ്റെ ഫേസിലേക്കാണെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. കാണുമ്പോൾ നമ്മുടെ ജിയോൺ പോയിട്ട് അവൻ്റെ ഫേസിന് നേരെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ഇവൾ വിചാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫേസിലേക്ക് സൺലൈറ്റും അധികം അടിക്കുന്നില്ല. കുറച്ച് നേരം നമ്മുടെ ജിയോൺ വെയിലത്ത് അവന് വേണ്ടിയിട്ട് ഈ വെയിലൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നുണ്ടേ. ഫസ്റ്റ് സീനിൽ നമ്മുടെ യൂൺഹോ കണ്ണു ഓർക്കുമ്പോൾ കാണുന്നത് ബാക്ക് സീറ്റിലിരിക്കുന്ന ജിയോണിനെ ആട്ടോ. അപ്പോൾ ജിയോണിനോട് എന്നെ വിളിക്കാറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജിയോൺ പറയുന്നുണ്ട് ഇന്നത്തെ ഷെഡ്യൂളിൽ ലാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് പറയാണ്. യൂൺഹോ ആണെങ്കിൽ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ ബുക്ക് സ്റ്റോറിലേക്കാണ് കേട്ടോ. ആരെ മീറ്റ് ചെയ്യാനായിട്ട്? സിയോക്കിനെ മീറ്റ് ചെയ്യാനായിട്ട്. ഇന്ന് സിയോക്കിൻ്റെ കൂടെയാണ് ഇവൻ ഫുഡ് കഴിക്കുന്നത്, 2 ഡ്രിങ്ക്സ് ഒക്കെ. ഒക്കെ സംസാരിച്ച് വരുമ്പോൾ പറയുന്നുണ്ട് നിന്റെ മകള് ബിയോളിനും അതുപോലെ തന്നെ മിസ് കാങ്, അതായത് നമ്മുടെ ജിയൂണിനും ഒരേ ടേസ്റ്റാണ് ബുക്സിൻ്റെ കാര്യത്തിലും ക്യാരക്ടറിൻ്റെ കാര്യത്തിലും ചെറുതായിട്ടൊക്കെ എന്ന് പറയാണ്. നമ്മുടെ സിയോക്ക് ചോദിക്കുന്നുണ്ട് ഇവനോട്, അതായത് ബിയോളിനെ പ്രഗ്നൻ്റ് ആയിരുന്നു ഇവൻ്റെ എക്സ് വൈഫ് എന്ന് അറിഞ്ഞ ടൈമിൽ ഇവൻ എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവൻ്റെ വൈഫിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ കോൺഫിഡൻസ് ഇല്ല, അതായത് ഒരു പേടിയാണ് കുട്ടികളെ വളർത്താനൊക്കെ. അത് എന്തായി തീരും, എങ്ങനെ വളർത്തും എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ നമ്മുടെ യുൺഹോ പറയുന്നുണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ യുൺഹോ ഇവനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരാളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. പക്ഷേ അത് ഓപ്പൺ ആവാൻ ടൈം ആയിട്ടില്ല. കാരണം ബിയോൾ ഇപ്പോഴും ചെറുതാണ്, ബിയോളിന് ഇവൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. സിയോക്ക് പറയുന്നുണ്ട് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കല്ലേ എന്ന് പറയാണ്. നിൻ്റെ മനസ്സിലുള്ള ഫീലിംഗ് അത് റിയൽ ആണെങ്കിൽ ആ ഒരു ലേഡീനെ നീ അത് അറിയിക്കണമെന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പീപ്പിൾസിലത്തെ 4 പേര് ചേർന്ന് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ലീയും ഗിയോങ്ങും ഒരുമിച്ചാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലീ വീഴാൻ പോവുകയാണ് ബാക്കിലേക്ക്. അപ്പോൾ ലീ ഒരു കാറിൻ്റെ ഫ്രണ്ടിലേക്ക് വീഴാൻ പോകുമ്പോൾ അവനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഗ്യുങ്ഹുവ ആണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട് എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഡ്രാമ എൻഡ് ചെയ്യുമ്പോഴേക്കും സിംഗിൾസായ എല്ലാവരും തന്നെ മിങ്കിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സീനിൽ നമ്മുടെ സിയോജിനും ബിയോളും കൂടിയിട്ട് ബുക്ക് സ്റ്റോറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബിയോളാണെങ്കിൽ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ചെറുതായതുകൊണ്ട് തന്നെ അവൾക്കത് എടുക്കാനും പറ്റുന്നില്ല. അവൾ അതെടുക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജിയൂൺ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു ബുക്ക് അവൾക്ക് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ജിയോളാണെങ്കിൽ ജിയോണിനെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എവിടെയാണ്, ഐ മിസ്ഡ് യു എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ജിയോണിനോട്. അപ്പോൾ ജിയോൺ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ കുറച്ച് ബിസിയാണ്, വർക്കിലാണ് എന്ന് പറയാണ്. ജിയോൺ എന്നിട്ട് ബിയോളിനോട് ചോദിക്കുന്നുണ്ട് അല്ല യുൺഹോ ഇങ്ങോട്ട് വരുമോ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിയോൾ പറയുന്നുണ്ട് ഇന്ന് അച്ഛൻ വരില്ല എന്ന് പറയാണ്. കാരണം ആണ്ട് സുഹ്യോൻ്റെ കൂടെ 2 പേരും കൂടി ഒരു മൂവിക്ക് പോവുകയാണെന്ന് പറയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ സിയോജിൻ എഴുന്നേറ്റ് വന്ന് പറയുന്നത് അവർ മൂവിക്ക് പോകുന്നത് വെറുതെ അല്ല, ഡേറ്റാണ്, എൻ്റെ ഗ്രാൻഡ്മ പറയുന്നത് കേട്ടു എന്ന് പറയാണ് കേട്ടോ സിയോജിൻ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയോൺ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഡേറ്റോ അതും സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ സിയോജിൻ്റെ ഗ്രാൻഡ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മാനെ കാണുമ്പോൾ 2 പേരും ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ ബിയോളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു ചോക്ലേറ്റ് നമ്മുടെ ജിയോണിന് കൊടുത്തിട്ടാട്ടോ പോകുന്നത്. ഇതേ സമയം നമ്മുടെ യുൺഹോ ആണെങ്കിൽ ജിയുൻ്റെ ഓഫീസിൽ കയറി എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫോണിൽ മുൻപുണ്ടായ സ്റ്റിക്കറൊക്കെ ഇവൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ നായിക അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പോൾ പോകുന്നില്ല, കുറച്ചുകൂടെ വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതൊന്നും അർജൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, നാളെ ആയാലും മതി എന്ന് പറയാണ്. എങ്കിലും അവൻ പറയുന്നുണ്ട് ഇല്ല ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടേ പോവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. 2 പേരും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇവർ 2 പേരും എന്തെങ്കിലും സംസാരിക്കണോ വേണ്ടേ എന്ന ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുഹ്യോൻ്റെ കോള് വരുന്നത്. അപ്പം നമ്മുടെ നായകനാണെങ്കിൽ ആ ഫോൺ കൊടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. ഓൾറെഡി ഒരു മൂവിയുടെ കാര്യം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോവുകയാണ്. യുൺഹോ അങ്ങനെ തിയേറ്ററിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഇവൻ്റെ ഫ്രണ്ട് സിയോക്കിനോട് സംസാരിച്ചല്ലോ. അപ്പോൾ സിയോക്ക് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജിയൂൺ തലേ ദിവസം ഐ ലൈക്ക് യു എന്ന് ഇവനെ പ്രൊപ്പോസ് ചെയ്ത കാര്യം നമ്മുടെ യുൺഹോ ആലോചിക്കുന്നത് കേട്ടോ. ആണെങ്കിൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കാറ് തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മുടെ പീപ്പിൾസിൻ്റെ ഓഫീസിലേക്ക് ജിയുണിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ സുഹ്യോനെ അറിയിക്കുന്നുണ്ട് ഇന്ന് മൂവി കാണാൻ പറ്റില്ല, ബിസിയാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ അവൻ നേരെ പീപ്പിൾസിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ജിയൂണാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ജിയൂൺ ആണെങ്കിൽ അവളുടെ ഓഫീസിൽ നിന്നിട്ട് നമ്മുടെ യുൺഹോയുടെയും ജിയുൻ്റെയും ഒരുമിച്ചുള്ള ഒരുപാട് ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതൊക്കെ ആലോചിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവൾ ബാഗ് എടുത്ത് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അന്വേഷിച്ച് പോകുന്നത് നമ്മുടെ നായകനെയാണ്.
അവൾ പോയതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ നായകനാണെങ്കിൽ പീപ്പിൾസിൻ്റെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോണില്ല. അപ്പോഴാണ് കമ്പ്യൂട്ടർ ഓപ്പൺ ആയിരിക്കുന്നത് അവൻ കാണുന്നത്. അതിലാണെങ്കിൽ ഇവൻ കാണാൻ പോകുന്ന മൂവിയുടെ ആ ഒരു ടിക്കറ്റും തിയേറ്ററിൻ്റെ പേരൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ ഇവന് മനസ്സിലാവുകയാണ് ഇവൻ അന്വേഷിച്ചിട്ടാണ് ഇവൾ പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ തൊട്ട് പുറകെ ഇവനും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിയൂണിനെ അന്വേഷിച്ച് ആ ഒരു തിയേറ്ററിൻ്റെ സൈഡിലേക്ക് നടക്കുകയാണ്. ജിയൂണാണെങ്കിൽ ഇവിടെ ഇവനെ അന്വേഷിച്ച് ആൾക്കാർക്കിടയിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യുൻഹോ അന്വേഷിച്ച് ലാസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് റോഡിന് ഓപ്പോസിറ്റ് നമ്മുടെ ജിയൂൺ നടക്കുന്ന കാണുകയാണ്. ജിയൂണാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. ലാസ്റ്റ് അവൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ നായകനെ കോൾ ചെയ്യാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട് മൂവി കാണാൻ പോകരുത് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോഴാണ് ജിയൂൺ കുറച്ച് വണ്ടിയുടെയൊക്കെ വോയിസ് കേൾക്കുന്നത് കേട്ടോ. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് റോഡിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ യുൻഹോനെയാണ് കേട്ടോ. യുൻഹോ പെട്ടെന്ന് തന്നെ സിഗ്നൽ മാറിയപ്പോൾ ഇവളുടെ അടുത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് നമ്മുടെ ജിയൂണിനെ ഹഗ് ചെയ്യാണ് കേട്ടോ. ജിയൂണാണെങ്കിൽ തിരിച്ച് ഒരു ഹഗ് ഒന്നല്ല, ഒരു കിസ്സാണ് കേട്ടോ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ജിയൂൺ മുൻകൈ എടുത്തൊരു കിസ് കൊടുക്കുന്നൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ ഒരു സീൻ കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.